ഹേ ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആശകൾ ആയിരം എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. ജയറാമേട്ടനും കാളിദാസ് ജയറാമുമാണ്. അവർ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമേൻ്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോഴായാലും ടീസറായാലും ട്രെയിലറായാലും എന്തിറങ്ങിയപ്പോഴായാലും എൻ്റെ മനസ്സിൽ ഞാൻ അവരുടെ ഒരു കോംബോയിൽ എന്നും ഉൾക്കൊണ്ട് കാണുന്ന രണ്ട് സിനിമകളുണ്ട്. ഒന്ന് എൻ്റെ വീട് അപ്പൂൻ്റെയും, അത് പിന്നെ അധികം പ്രാവശ്യം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത്ര ഇമോഷണൽ ഭയങ്കര കാളിദാസൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, അത് ഞാൻ അധികം പ്രാവശ്യം കണ്ടിട്ടില്ല. ഭയങ്കര എന്താ പറയുക, ഹാർട്ട് ബ്രേക്കിംഗ് പടമായതുകൊണ്ട് അത് കാണാൻ തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട്, നല്ല സിനിമയാണ്. പക്ഷേ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമ, അത് ഞാൻ എത്ര വട്ടം അതിലെ കുറേ സീൻസൊക്കെ മാറി മാറി ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് കയ്യും കണക്കുമില്ല. ആ ലിറ്റിൽ കാളിദാസും ജയറാമേട്ടനും അവരുടെ ആ ഒരു കോംബോ, അവരുടെ ആ ഒരു ഫാദർ സൺ കെമിസ്ട്രി, ആ ഒരു ഡുവോ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അതായത് ഇപ്പം കാണുമ്പോഴും നമുക്ക് ഒരു ഫ്രഷ്നെസ്സും ആ ഒരു ഭയങ്കര ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണത്. സത്യരാന്തികാട് സാറ് ഡയറക്റ്റ് ചെയ്ത പടം. അപ്പോൾ ഈ സിനിമ കാണാൻ നിന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ആ സാധനം തന്നെ, ചെല്ലക്കാറ്റേ ചൊല്ല് ചൊല്ല്, ആ പാട്ടായാലും അതൊക്കെ എൻ്റെ എപ്പോഴും മൈൻഡിൽ. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, വെറുതെ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ പോലും ഈ സിനിമയൊക്കെ ഇങ്ങനെ നമ്മൾ വെറുതെ ഇടുകയാണെങ്കിൽ നമ്മൾ ആ സിനിമ കണ്ടു തീർക്കും. ആ ഒരു രീതിയിലുള്ള സിനിമകളാണ് അത്. ആ സിനിമ അങ്ങനെ. പിന്നെ കുറേ ജയറാമേട്ടൻ്റെ സിനിമകൾ, പഴയ കുറേ ജയറാമേട്ടൻ്റെ അടിപൊളി സിനിമകളുണ്ട്. അതെല്ലാം സന്ദേശമായിക്കോട്ടെ. അപ്പോൾ അങ്ങനത്തെ കുറേ നൊസ്റ്റാൾജിക് ഇതൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് പേഴ്സണലി ആ സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇമോഷണൽ കണക്റ്റ് ഉള്ള സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾ പറയാം. ഡയറക്റ്റഡ് ബൈ ജി പ്രജിത്ത്. നമ്മുടെ വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ നിവിൻ പോളിയുടെ പടം, കിടിലം പടം. ആ സിനിമേൻ്റെ ഡയറക്ടറാണ് പുള്ളി. റിട്ടേൺ ബൈ ജൂഡ് ആന്റണി ജോസഫ് ആൻഡ് അരവിന്ദ് രാജേന്ദ്രൻ. അവർ രണ്ടുപേരുമാണ് എഴുതിയിരിക്കുന്നത്. ജൂഡ് ആന്റണി ജോസഫ് ഈ സിനിമയിലെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. അപ്പോൾ പുള്ളീൻ്റെ എന്താ പറയുക, ഒരു എസൻസും ഈ സിനിമയ്ക്കുണ്ട്. അഭിനയിച്ചിരിക്കുന്നവർ ജയറാം, കാളിദാസ് ജയറാം, ഇഷാനി കൃഷ്ണ, ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫ്രണ്ട്ലി ക്യാരക്ടറായിരുന്നത്. ആനന്ദ് മന്മഥൻ ചെറിയൊരു റോളുണ്ട്. മെയിൻ ആശ ശരത്ത്, ആശ ശരത്ത് ആശ ഹരിഹരൻ. അത് നല്ലൊരു അമ്മേൻ്റെ ഒരു കഥാപാത്രം. നമുക്ക് അനുരാഗരിക്കുമ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഫീൽ, ഒരു കഥാപാത്രമായിരുന്നു ആശ ചേച്ചീൻ്റെ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ, ഈ സിനിമയിലെ മെയിൻ ഞെരിവിരി ഒരു ക്യാരക്ടറുണ്ട്. പുള്ളീൻ്റെ ആ ഒരു നെപ്പോട്ടിസം ഉള്ള ഒരു, എന്ന് വെച്ചാൽ നെപ്പോ കിട്ടാന്ന് അറിഞ്ഞിട്ടും ഒരു അഹങ്കാരത്തിന് ഒരു കുറവില്ലാത്ത ഒരു ആക്ടർ. പുള്ളി അടിപൊളിയായിട്ട് പടത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രമേശ് പിഷാരടി ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാദുഷ ചെറിയൊരു സീനിൽ വന്നിട്ടുണ്ട്. ഗോകുലം ഗോപാലൻ ചെറിയൊരു സീനിൽ വന്നിട്ടുണ്ട്. രമേശ് പിഷാരടി, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളൊരു സിനിമയുടെ. പ്രൊഡ്യൂസ്ഡ് ബൈ ഗോകുലം ഗോപാലൻ. പിന്നെ ആണ് ബൈജു ഗോപാലൻ, VC പ്രവീൺ, ഇവരൊക്കെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സാണ്. മ്യൂസിക് ബൈ സനൽ ദേവ്, സിനിമാറ്റോഗ്രാഫി ബൈ ഷാജി കുമാർ, എഡിറ്റഡ് ബൈ ഷഫീഖ് ബീബി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു സിനിമ, സിമ്പിളായിട്ടുള്ള ഒരു കഥ. എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ റെപ്പായ ഒരു അച്ഛൻ, കുടുംബം നോക്കാൻ കഷ്ടപ്പെടുക, ഓടി നടക്കുന്ന വയസ്സായിട്ട് കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ, മാസാവസാനമാകുമ്പോൾ ബോസിൽ ചില്ലറ മാത്രം ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ക്യാരക്ടർ. മകൻ്റെ കഥാപാത്രം പറയുകയാണ്. ഈ സിനിമയിലോട്ട് എത്തണം, സിനിമയിൽ അഭിനയിച്ച് വലിയൊരു സ്റ്റാർ ആവണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാൾ, ഒരു ചെറിയൊരു വ്ളോഗറാണ്. പുള്ളീൻ്റെ അപ്പോൾ ആ ഒരു ജേണി, ആശാ ശരത്ത് ഒരു വീട്ടമ്മ, അങ്ങനെയുള്ളൊരു ജേണിയിലുള്ളൊരു സിനിമയുടെ. പിന്നെ അനിയത്തിയായിട്ടൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. വലിയ പ്രൊമിനൻസി ഇല്ലാത്തൊരു കഥാപാത്രമാണ്, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ, നമുക്ക് കുറച്ചൊക്കെ ചിരിക്കാനും കുറച്ചൊക്കെ എന്താ പറയുക, കുറച്ച് നൊസ്റ്റാൾജിക് മൊമെന്റ്സ് ഉണ്ടടേ. നമ്മളെ മറ്റേ പാപ്പ അതുപോലത്തെ ഒരു സീൻ അവർ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും, പിന്നെ 14 രാവ് അവരൊന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പുള്ളിൻ്റെ മറ്റേ സാധനമില്ലേ, ഇങ്ങനെ കണ്ണൊക്കെ അടിച്ചടിക്കണം, ആ ഒരു സംഭവവും ക്ലൈമാക്സ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇപ്പം പറഞ്ഞ സാധനമില്ലേ, ഈ കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമ, ആ ഒരു ഇമോഷണൽ കണക്ട് ഉള്ളവർക്ക് വേണ്ടി ഒരു ക്ലൈമാക്സിൽ അവർ സംഭവം ചെയ്തിട്ടുണ്ട്. ചെല്ലക്കാറ്റ് ആ പാട്ടിൻ്റെ ഒരു മ്യൂസിക് വെച്ച് ഒരു ക്ലൈമാക്സ്, ഒരു ഇമോഷണൽ തീം അവർ പരിപാടി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. ഭയങ്കര രസമായിട്ട്, ഭയങ്കര ഹേർട്ട് ടച്ചിങ്ങും
ഫീൽ ഗുഡും ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു സിനിമ. ഞാൻ പറഞ്ഞില്ലേ, കാര്യമായിട്ട് ഒന്നും പറയാനില്ല സിനിമയെ കുറിച്ച്. ഇത്ര ഒരു ചെറിയ ഒരു കഥാപാത്രം, ഷറഫുദ്ദീൻ ഒരു ഒരു നടനാണ്. ഇവര് കാളിദാസ് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ജയറാമേട്ടൻ്റെ കഥാപാത്രവും അങ്ങനെ എന്താ പറയുക, ഒരു അച്ഛൻ, വീട് ഒക്കെ കഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ, പിന്നീട് പുള്ളി സിനിമയിലേക്ക് വരുന്നു. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചുമ്മാ ഇരുന്ന് കാണാനുള്ള ഒരു സിനിമ. അല്ലാതെ വലിയ കാര്യമായിട്ടോ എന്താ പറയുക കണ്ടിരിക്കണം മസ്റ്റ് വാച്ച് എന്നൊന്നും പറയില്ല. തിയേറ്റർ വാച്ചിനുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വലുതായിട്ടൊന്നും പറയില്ല. എന്ന് വെച്ചാൽ വീട്ടിലിരുന്നായാലും ചുമ്മാ ഇരുന്ന് കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സിനിമ. ഒരു വൺ ടൈം വാച്ചബിൾ ഒരു സിമ്പിൾ പടം. ഞാൻ സിമ്പിൾ പടങ്ങളുടെ ഒരു ആരാധകനാണ്. എനിക്ക് എന്താ പറയുക, വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും സിനിമ എനിക്ക് എൻജോയബിൾ ആയിരിക്കും. ചെറിയ ചെറിയ ഞാൻ പറയില്ല, ആ ക്ലൈമാക്സ് ഒക്കെ ആയാലും എനിക്ക് പേഴ്സണലി വർക്കായി. പിന്നെ ഈ ജയറാമേട്ടൻ്റെ ഒക്കെ ഒരു പഴയ പൊട്ടൻഷ്യലിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട് അഭിനയത്തിൽ. അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ആയി, എനിക്ക് കണക്റ്റായി സിനിമ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു സിനിമ, കൂടുതലായിട്ട് ഒന്നും പറയില്ല. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരു വീക്കെൻഡ് അടിപൊളിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് പോയി നോക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആശകളായിരം നൈസ് മൂവി, ഒരു നല്ലൊരു വാച്ച്. രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ദ ക്ലൈമാക്സ് സീൻ കിടിലൻ. ബൈ ബൈ.